മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനി സമരം നടത്തി പൊടിക്കുന്നതിന് നേതാവിന് എത്ര ലക്ഷം രൂപയാ ഓഫർ? ലക്ഷോ? ഓഫറോ? ആരാ പറഞ്ഞത്? വെറുതെ അനാവശ്യം പറയല്ലേ. നേതാവേ, കുറച്ചു മുമ്പ് ദക്ഷയുമായുള്ള നിങ്ങളുടെ ഫോൺ സംഭാഷണം ഞാൻ കേട്ടു. പെട്ടെന്ന് കമ്പനിയിൽ ഇങ്ങനൊരു സമരം. അപ്പോഴെനിക്ക് സംശയം തോന്നിയതാ. ഇവിടെ വരുന്നതിന് മുൻപ് നേതാവ് ദക്ഷയുടെ വീട്ടിൽ പോയി അവരെ കണ്ടിരുന്നു. അത് പിന്നെ പോയിരുന്നു, സംസാരിക്കുകയും ചെയ്തു. അവിടെ നിങ്ങളും ദക്ഷയും എന്തൊക്കെയാ സംസാരിച്ചെന്ന് ഞാൻ പറയട്ടെ? അത് പിന്നെ അയ്യോ, വെറുതെ പറയല്ല. ദേ, ഈ മൊബൈലില് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ സമരം തുടർന്നാൽ തൊഴിലാളികളുടെ മുന്നിൽ പരിഹസിക്കപ്പെടാൻ പോകുന്നത് നിങ്ങളാ. അവരുടെ മുന്നിൽ നിങ്ങളുടെ മുഖംമൂടി ഞാൻ അഴിച്ചെറിയും. നേതാവിനെ അണികൾ തന്നെ തല്ലി ഓടിക്കും. അത് വേണോ? അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നേതാവ് അനുസരിക്കണം. ഇപ്പൊ തന്നെ ഈ സമരം അവസാനിപ്പിക്കണം. പറഞ്ഞ ശമ്പളം കുടിശ്ശിക സഹിതം കൃത്യമായിട്ട് തരും. ആ കാര്യത്തിൽ വാക്ക് മാറില്ല. ഇവിടെ നിന്ന് പെട്ടെന്നൊരു മറുപടി വേണ്ട. നേതാവ് ശരിക്കും ആലോചിച്ചിട്ട് മതി. എന്നിട്ടൊരു തീരുമാനം എടുക്കാം. അല്ല, നേതാവിന് തിരക്കണമെന്നല്ലേ പറഞ്ഞ? എന്നാ സമയം കളയണ്ട, പോയിക്കോ. നേതാവ് സ്വന്തം ഭാവി നോക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പൊ പോസിറ്റീവായ തീരുമാനം നേതാവ് എടുക്കൂ. എനിക്ക് ഉറപ്പുണ്ട്. ആ, പോയിക്കോ. ലച്ചു, നീ രക്ഷിച്ചത് സഞ്ജുവിനെ എന്നെ മാത്രമല്ല, ഈ മംഗലശ്ശേരി കുടുംബത്തെയാ. താങ്ക്സ് ലച്ചു. മോളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദിയോ? എന്തിനാച്ചാ അതൊക്കെ? എനിക്ക് കഴിയുന്ന കാര്യം ഞാൻ ചെയ്തു, അല്ലാതെ എന്താ? ഇനി എനിക്ക് ഒരാളെ കൂടി ഒന്ന് കാണണം. ആരെയാ ഇപ്പൊ കാണുന്നത്? ആ ദക്ഷേ. അച്ഛാ, അത് വേണോ? വേണം. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ.